തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി. ക്ഷേത്രവളപ്പിനുള്ളിലാണ് ജന്മനക്ഷത്രങ്ങൾ പ്രകാരമുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി. ക്ഷേത്രവളപ്പിനുള്ളിലാണ് ജന്മനക്ഷത്രങ്ങൾ പ്രകാരമുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള ജന്മനക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അശ്വതിക്ക് കാഞ്ഞിരം, ഭരണിക്ക് നെല്ലി, കാർത്തികയ്ക്ക് അത്തി, രോഹിണിക്ക് ഞാവൽ, മകയിരത്തിന് കരിങ്ങാലി, തിരുവാതിരയ്ക്ക് കരിമരം, പുണർന്നം ജന്മനക്ഷത്രത്തിന് മുള, പൂയത്തിന് അരയാൽ, ആയില്യം നാളുകാർക്ക് നാഗം, മകത്തിന് പേരാൽ, പൂരത്തിന് ചമത, ഉത്രത്തിന് ഇത്തി, അത്തം നാളുകാർക്ക് അമ്പഴം, ചോതി നാളുകാർക്ക് നീർമരുത്, വിശാഖത്തിന് വയങ്കത, അനിഴം നാളിന് ഇലഞ്ഞി, കേട്ട നാളിന് വെട്ടി, മൂലം ജന്മനക്ഷത്രത്തിന് വെള്ളപ്പൈൻ, പൂരാടത്തിന് വഞ്ചി, ഉത്രാടം നാളിന് പ്ലാവ്, തിരുവോണം നാളിന് ഇരിക്ക്, അവിട്ടം നാളിന് വന്നി, ചതയം നാളിന് കടമ്പ്, പൂരുരുട്ടാതിക്ക് തേന്മാവ്, ഉത്രട്ടാതിക്ക് കരിമ്പന, രേവതി ജന്മനക്ഷത്രക്കാർക്ക് ഇലിപ്പ എന്നിവയാണ് വൃക്ഷങ്ങൾ. ഇവയെല്ലാം ക്ഷേത്രത്തിലെ നക്ഷത്ര ഉദ്യാനത്തിൽ നട്ടിട്ടുണ്ട്. ക്ഷേത്രതന്ത്രി പുറപ്പേരില്ലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് മധു വൃക്ഷങ്ങൾ ഏറ്റുവാങ്ങി. വൃക്ഷത്തൈകളുമായി ക്ഷേത്രത്തിന് വനം ചുറ്റിയ ശേഷം ഉദ്യാനത്തിൽ നാൾ അനുസരിച്ച് ക്ഷേത്ര ഉപദേശ സമിതി, ഭക്തജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ വൃക്ഷങ്ങൾ നടുകയായിരുന്നു. ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് എസ് അജോയ് കുമാർ, സെക്രട്ടറി റോഷിത് ആർ, വൈസ് പ്രസിഡന്റ് ഷാജി അപൂർവ, വനമിത്ര അവാർഡ് ജേതാവ് റാഫി രാമനാഥ്, കണ്ണനാകുഴി സബ് ഗ്രൂപ്പ് ഓഫീസർ ബി അർച്ചനാദേവി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ സുരേഷ് ബാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി മണ്ഡലകാല സമാപനം കുറിച്ചുകൊണ്ട് രാവിലെ 7 മണി മുതൽ വിഭവസമൃദ്ധമായ സദ്യയുടെ വിതരണവും ഉണ്ടായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മണ്ഡലച്ചിറപ്പ് മഹോത്സവം 41ാം ദിവസം നടന്നു വരികയാണ്. 41 ദിവസവും ഇവിടെ കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. ഇന്ന് സമാപന ദിവസമാണ്. ഇന്ന് വിഭവസമൃദ്ധമായ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാരുടെ പങ്കാളിത്തം അതിനുണ്ടായി ദൈവാനുഗ്രഹത്താൽ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒരു നക്ഷത്രവനം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നക്ഷത്രവനത്തിന് എല്ലാ സഹായവും ചെയ്തു തന്നത് നമ്മുടെ റാഫി സാറാണ്. അദ്ദേഹം ദേശീയ പുരസ്കാര ജേതാവ് കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ വരെ വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരവും സന്തോഷവുമാണ്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ചേർന്നാണ് ക്ഷേത്ര വളപ്പിൽ 27 നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളെ നട്ട് സംരക്ഷിക്കുന്നത്. ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിന് ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വൃക്ഷങ്ങളെ നട്ടു പരിപാലിച്ച് സംരക്ഷിക്കുന്നത് ആയുസ്സും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതിനൊക്കെ ഉപരിയായി ഓരോ മരങ്ങളെയും നട്ട് സംരക്ഷിക്കുമ്പോൾ ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മഹത്തായ ഒരു ലക്ഷ്യം നമ്മുടെ പൂർവികർ നക്ഷത്രവനം പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ മരങ്ങളെയും നമ്മുടെ പ്രകൃതിയിൽ നിലനിർത്തുക, സംരക്ഷിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത്. അതായത് നാളുകാർ വൃക്ഷം സംരക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യും. ഇതൊരു നല്ല സംരംഭമാണ്. കാരണം ഇന്ന് ഈ ചെടികളൊക്കെ കിട്ടാനും ഇതിനെപ്പറ്റി വരും തലമുറയ്ക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. CDN ന്യൂസ് കായംകുളം.